നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ വിധി വന്നിട്ടുണ്ട്. ഇതിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ദിലീപ് അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ പൂർണ്ണമായും പോലീസിനെ ആണ് കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ മേലെയാണ് ഈ കുറ്റങ്ങൾ മുഴുവൻ ഇടുന്നത്. സ്വാഭാവികമായിട്ടും അത് സർക്കാരിനെതിരായിട്ട് കൂടി വരികയല്ലേ? അല്ല, നിങ്ങൾ കേട്ടതുപോലെ തന്നെയാണ് ഞാനും കേട്ടത്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗൂഢാലോചന നടത്തി ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇല്ലേ, അങ്ങനല്ല പ്രയോഗം. അപ്പോൾ അത് അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അതിന് നേതൃത്വം കൊടുത്തവരാണ് അതിന് മറുപടി പറയേണ്ടത്, അല്ലാതെ ഞാനല്ല. ബാലേട്ടൻ സാംസ്കാരിക മന്ത്രിയായിരുന്നു. അല്ല, സാംസ്കാരിക ഇടപെടല് ഈ സംഭവത്തിന് ശേഷം സിനിമ മേഖലയിലൊക്കെ നവീകരണത്തിന് വേണ്ടി വലിയൊരു പരിശ്രമമൊക്കെ നടത്തിയിരുന്നു. അപ്പൊ ഇങ്ങനൊരു വിധി കേട്ടപ്പോ എന്താണ്? അല്ല, വിധി കോടതിൻ്റെ വിധിയല്ലേ. കോടതിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ മുമ്പിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പറയുക. അപ്പം അതുകൊണ്ട് കോടതി വിധിയെ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. അവരുടെ മുമ്പിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷിമൊഴി ഉണ്ടാവും, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഉണ്ടാവും, ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടാവും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറയുക. അങ്ങനെ പറഞ്ഞ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക അഭിപ്രായം ഞാൻ പറയുന്നില്ല. കാരണം അത് കോടതിയുടെ മുമ്പിലുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ക്രിമിനലുകളാണോ അല്ല ക്രിമിനലുകൾക്ക് വിധേയമായിട്ടാണോ അന്വേഷണം നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത്. ഇനി എന്തെങ്കിലും അഭിപ്രായം ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നീട് ഞാൻ പറഞ്ഞു. നിലവിൽ അന്ന് ഈ ഇതിലുള്ള ദിലീപിനെയൊക്കെ സഹായിച്ച ഒരാൾ ആർ ശ്രീലേഖ ഇന്ന് തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് ഒരഭിപ്രായവും പറയുന്നില്ല. അതേസമയത്ത് സന്ധ്യ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പീൽ പോകുമെന്ന് പറയുന്നു. സന്ധ്യയാണെന്ന് തോന്നുന്നു ആദ്യം ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർ. അവരൊരു ക്രിമിനലാണെന്നും ക്രിമിനലുകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പിന്നെ ദിലീപിന് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രൊസീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ക്രിമിനലുകളാണ് കേസ് നടത്തിയതെങ്കിൽ, അന്വേഷണം നടത്തിയതെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ളൊരാരോപണമാണ്, അതീവ ഗുരുതരമായിട്ടുള്ളൊരാരോപണമാണ്, ആക്ഷേപമാണ്. അപ്പം അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരാണ്. അഭിപ്രായം പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. സർക്കാർ അതിൽ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും ശിക്ഷിപ്പിക്കുന്നതിനും ശക്തമായിട്ടുള്ള നിലപാടാണ് ആഭ്യന്തര വകുപ്പും പോലീസും സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി കേസുകൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കപ്പെട്ടത്. ആദ്യത്തെ ഒരു കേസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, നിഷ. അത് ഏതാണ്ട് ഒരു തെളിവുമില്ലാതെ പോയതല്ലേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന്. അതിനുശേഷം എത്രയോ കേസുകൾ നമ്മളെ വിവാദമായിട്ടുള്ള നമ്മുടെ ഗോവിന്ദചാമിൻ്റെ കേസ്, അങ്ങനെയുള്ള കുറേ കേസുകൾ ഗവൺമെൻറ് അന്വേഷിച്ചു. കേരളത്തിലെ പോലീസ് ശക്തമാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും രൂപത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല, പോലീസിൻ്റെ അധിപന്മാർക്കോ ഇല്ല, അത് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഇല്ല. ലെറ്റ് ദി ലോ ഇൻ മോഷൻ. അതാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും, ഈ ശബരിമല കാര്യത്തിലടക്കം. അങ്ങനെ ഒരു നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ നിങ്ങൾക്ക് ഇന്നേ വരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രത്യേകിച്ച് അന്വേഷണ വിഭാഗവും സർവതന്ത്ര സ്വതന്ത്ര, ആരും അതിൽ ഇടപെടാറില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രിമിനലുകൾക്ക് വിധേയമായിട്ടാണ് അന്വേഷണം നടന്നത് എന്ന് പ്രിയപ്പെട്ട എൻ്റെ കൂടി നല്ലൊരു സുഹൃത്താണ് അയാൾ, ദിലീപൻ. സിനിമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം ഞങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആരോപണവും ആക്ഷേപവും അദ്ദേഹം പറഞ്ഞ സ്ഥിതിയിൽ അതിനെ സംബന്ധിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, അത് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത്. പക്ഷേ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ക്രിമിനലുകൾക്ക് വിധേയമായി അന്വേഷണം നടത്തുന്ന സംവിധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ആഭ്യന്തര വകുപ്പിനോ
പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ ഉള്ളത് എന്ന വാദത്തോട് യോജിക്കാൻ സാധിക്കില്ല. ഈ അതിജീവിത പല ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഈ ഒറ്റപ്പെടുത്തലെല്ലാം നേരിടുന്ന കാലത്ത് സഹായം തേടി നീതി തേടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് എത്തിയത്. അപ്പോൾ ഇപ്പോൾ ഈ ഗൂഢാലോചന കുറ്റം ദിലീപ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി അപ്പീലുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ഏത് രീതിയിൽ ശ്രമം നടത്തും? അതല്ല ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഗവൺമെൻറ്റും ബന്ധപ്പെട്ട കക്ഷിയോ അതുകൊണ്ട് കരുതുന്നുണ്ടോ? അല്ല, ഒരു അന്വേഷണം നടത്തിയ അതിനാദ്യം നേതൃത്വം കൊടുത്ത ADGP സന്ധ്യ ഇപ്പോൾ ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അപ്പീൽ പോകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ അഭിപ്രായം പറയേണ്ടത്. ഇത് കോടതി വിധി ഒരു പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം ശരിയാണ്. എന്താണ് കോടതി വിധി? അല്ല, അത് കോടതിയുടെ മുമ്പിലുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ, കോടതിൻ്റെ മുമ്പിലുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ബലാത്സംഗത്തിൻ്റെ നേതൃത്വം കൊടുത്തി ആൾക്കാരെ ശിക്ഷിപ്പിക്കുകയും ചെയ്തത്. കൂട്ടബലാത്സംഗത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരെ ശിക്ഷിച്ചിട്ടുള്ളത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. കോടതി അത് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും ഉണ്ടാവും. ഞാനത് വിധി ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുക പ്രതിക്കാണ് കോടതി. അതിൻ്റെ അർത്ഥം ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ നവമാധ്യമങ്ങളിലെല്ലാം ഇപ്പം പണമാണ് ഇത്തരത്തിലൊരു വിധിക്ക് പശ്ചാത്തലം അറിയില്ല. അല്ല, അതൊന്നും ഞാൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഞാൻ അങ്ങനത്തെ അഭിപ്രായമൊന്നും പറയില്ല. ജുഡീഷ്യറിയെ സംബന്ധിച്ച് അങ്ങനെ ഒരഭിപ്രായം പറയുന്നതിന് ഇപ്പം അടിസ്ഥാനമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. എന്തായാലും ഇതിൽ നേതൃത്വം കൊടുത്ത ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഗൂഢാലോചന തെളിഞ്ഞില്ല. ഇനി ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാവുന്ന സംവിധാനം എന്നുള്ള നിലയിൽ ഇനിയും അപ്പലറ്റ് കോർട്ടുകളുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ആ റെമഡിയൽ മെഷേഴ്സൊക്കെ സ്വീകരിക്കാറ്. അത് അവർ സ്വീകരിക്കേണ്ടതാണ്. ഇത്രയുള്ളൂ. അതെപ്പോഴും അതിജീവിതേൻ്റെ കൂടെ തന്നെയാണുള്ളത്. നാളെ ഇതുവരെ നിന്നിട്ടുള്ളത് അതാണ്. ശക്തമായിട്ടുള്ള നിലപാട് കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും.